ഹായ്. സോ നമ്മൾ നിൽക്കുന്നത് ഡിഹാനാഡോ ഐലൻഡിലാണ്. സോ ഇന്നലെ പറഞ്ഞ ഐലൻഡ്. സോ നമ്മൾ ഇന്ന് ഫുൾ പെൻഗ്വിനെ കാണാനാണ് വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ -7 ഉണ്ട്. സോ വിൻഡ് ഉണ്ട്. സോ നമ്മൾ വിൻഡുള്ളുകൊണ്ട് നിൽക്കാൻ കുറച്ച് കഷ്ടപ്പാട്. സോ നമ്മളിവിടെ വന്നത് പെൻഗ്വിനെ കാണാൻ വേണ്ടി മാത്രമല്ല. സ്കൂബ എന്നൊരു ബേർഡുണ്ട്, അതായത് ഹണ്ടിങ് ബേർഡാണ്. സോ അത് ഭയങ്കര അഗ്രസീവ് ബ്രീഡിങ് എന്തുകൊണ്ടാണ് ഒരു പരുന്തിനെ പോലെ തോന്നും. പക്ഷെ അതുപോലെ എന്നിട്ട് ഇത് ഹണ്ട് ചെയ്യുന്നത് മെയിൻലി ഫിഷ്, പെൻഗ്വിൻ്റെ ചിക്സ്, മുട്ട, അങ്ങനെ ചെറിയ ബേഡ്സ്, അതിനൊക്കെയാണ് ഇത് ഹണ്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹണ്ടിങ് അഗ്രസീവ് അത് വരും. കടൽക്കൊള്ളക്കാരെ പോലെ മോഷണോ, ഇവിടുത്തെ ബേഡ്സിൻ്റെ എന്നൊക്കെ മീനും, അതായത് മുട്ടയൊക്കെ മോഷണം. സോ ഇതിന് വേറെ ഒരു പേരിലും കൂടെ അറിയും, പാരറ്റ്സ് ഓഫ് ദ സീ എന്ന്. കാരണം മോഷണോ മെയിൻലി പെൻഗ്വിൻ്റെ ചിക്സ് എന്ന് വെച്ചാൽ പെൻഗ്വിൻ്റെ കുഞ്ഞുങ്ങളാണ് ചിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മുട്ട, ഇങ്ങനെയാണ് ഇത് ഹണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് വെരി അഗ്രസീവ്, നമ്മൾ പരുന്തിനെ പോലെ തോന്നും. നമ്മൾ വെയിറ്റ് ചെയ്യുക, അത് ഏത് നിമിഷം ഇതിവിടെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. Left in my garden, planting my mind next to the tall peonies, giving it back to the earth, that's where I got it. അയ്യോ, അത് കണ്ട് ഭയങ്കര മോശമായിപ്പോയി. ദേഷ്യം വരും. അവിടേക്ക് മഞ്ഞ് ഉരുട്ടിയാണ്ട് കല്ലുവലും കിട്ടിയാണ്ട് തലയെടുത്ത് എറിഞ്ഞു കൊടുക്കാൻ തോന്നും. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അനിമൽ സൈക്കിൾ അങ്ങനെയാണല്ലോ. ഫുഡ്സ് അയ്യോ, ആ പെൻഗ്വിൻ കരയണല്ലേ എൻ്റെ തള്ള. ആവും കണ്ടിട്ട് വിഷമം തോന്നും. ഇതൊക്കെ അത് വിളിക്ക് നോക്കി. സോ സാഡ്. ഇതിനെ കഴിച്ചാൽ അതിനെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് മഞ്ഞിൻ്റെ അകത്ത് ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല, മീന് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അത് ഫിഷിങ് ചെയ്യണമെങ്കിൽ വെള്ളം നല്ല തണുപ്പല്ലേ. ഇത് ഫിഷിങ്ങിന് കുറച്ച് പാടാണ്. പക്ഷെ ഇതുപോലെ അനിമൽസും വേറെ പക്ഷികൾ പിടിക്കുന്ന മീനൊക്കെ പിടിച്ച് കഴിക്കും. എന്നാൽ അതിന് ഇന്നലെ സർവൈവ് ചെയ്യാൻ പറ്റും. അത് അന്റാർട്ടിക്ക അത്രയോ തണുപ്പല്ലേ, അതിനും ജീവിക്കണ്ടേ ലോകത്ത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അവിടെ എന്ത് കണ്ടാലും ഇല്ലെങ്കിലും നമുക്കൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് കാണുന്നു കേട്ടിട്ടു അതേപടി തിരിച്ചു പോകും. എന്നാലും കാണുമ്പോൾ ഒരു വിഷമം പോലെ തോന്നും. അത് ഫുഡ് ചെയിൻ അങ്ങനെയാണ് ലോകത്തിൻ്റെ. അനിമൽസ് ആയിരുന്നാലും മനുഷ്യനായാലും എല്ലാവരും ഒരുപോലെ. അതിനെ കൊന്നാലേ ഇതിന് ജീവിക്കാൻ പറ്റൂ. സോ സാഡ്. സുന്ദരനല്ല മുട്ടയായിട്ടുള്ളൂ, കുഞ്ഞായിട്ടില്ല. നമ്മളിവിടെ കോഴിയിൽ നിന്ന് മോട്ടിച്ചാണ് കഴിക്കുന്നത്.
നമുക്കില്ലാത്ത വിഷമം ഇത് കാണുമ്പോൾ വിഷമം വരും. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എന്നാലും പക്ഷെ പെങ്കിനെ കാണുമ്പോൾ ആക്ച്വലി നമുക്ക് എന്താണ് തോന്നുന്നത്, പഗ്ഗില്ലേ, പഗ് നമ്മളെ ഡോഗില്ലേ, അതുപോലെ തോന്നും. നല്ല ഫ്രണ്ട്ലി, കാണുമ്പോൾ പാവം തോന്നും. ഇതിപ്പം നല്ല കാറ്റും തണലാണല്ലോ, കൈ ഫ്രീസാവുന്നു ഇങ്ങനെ വെച്ച്. ഈ സാധനം തിന്ന് കഴിഞ്ഞില്ലേ ഉണ്ടാരും കുറേ നേരമായല്ലോ. ആ ഫുള്ളും കഴിഞ്ഞില്ലെന്ന് തോന്നും. എല്ലാ അനിമലും വന്ന് അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂൾ. നമ്മളെ നാട്ടിലെ പരന്റെ പോലെയാണ്, അതേ സ്വഭാവം. പക്ഷെ ഈ തണുപ്പത്ത് ജീവിക്കണമെങ്കിൽ സമ്മതിക്കണല്ലേ, ഇത്രയും സ്ട്രോങ് ആയിരിക്കും. അയ്യോ ബ്ലഡ് വേണമെന്നൊക്കെ, അത് കുഞ്ഞായി വരാറായി. അയ്യോ പാവം. ഹാർട്ട് ബ്രോക്കൺ സാഡ്. ഇതിവിടെയൊക്കെ സാധാരണ ഇതുപോലത്തെ പലതും തോന്നുന്നു. സീലുകൾ തമ്മിൽ അടികൂടണം, സീല് പെങ്കിനെ പിടിച്ച് കഴിക്കണം. സീലുകൾ അടിവിടുമ്പേ മുറിഞ്ഞ് ബ്ലഡൊക്കെ വരുന്നുണ്ട് കാണാം. പിന്നെ നമ്മള് വേലില്ലേ തിമിംഗലം പെങ്കിനെ പിടിക്കുന്നത് കാണാം. ഹാംബേർഡ് സീൽസ് ഉണ്ട് ഇവിടെ. ഹാംബേർഡ് വെയിലുണ്ട്, ഹാംബേർഡ് വെയിൽ. അതാണ് ഡേഞ്ചർ എന്ന് പറയുന്നത്. There's something there.
സോ ഇവിടെ നമ്മളെ പെങ്കിന് വേറൊന്ന് ക്രാബ് സീലും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട് ക്രാബ് സീൽ, കാണാൻ പറ്റില്ല. ഈ മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞിട്ട് പോയില്ല ഇതുവരെ, കുറേ നേരമായി. ഡിന്നർ കിട്ടിയ പോലിരിക്കും. പുള്ളി കഴിച്ച് തീർന്നാൻ തോന്നുന്നു. ഏതാണ്ട് ഇപ്പം പോകും. ഹായ് ഗൈസ്, എനിക്ക് പറയാനുള്ളത് അന്റാർട്ടിക്ക എന്നൊരു 7th കോണ്ടിനെൻറ്റിലാണെങ്കിലും ഇതൊരു മഹാത്ഭുതമാണ്. അതായത് ഈ അന്റാർട്ടിക്ക എന്ന് ഫുള്ളും ഒരു വണ്ടറാണ്, വണ്ടർ ലാൻഡാണ്. ഫുള്ളും വൈറ്റ് കളർ സ്നോ, അതായത് മഞ്ഞ്, പിന്നെ അതിനനുസരിച്ച് പെങ്കിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സീലുണ്ട്, തിമിംഗലമുണ്ട്, അതിനനുസരിച്ച് ബേഡുണ്ട്. ഇത് ഫുള്ളും അത്ഭുതങ്ങളാണ്. ഇത് കാണണം, മസ്റ്റായിട്ട് കാണണം. അതിൻ്റെ അടുത്ത് തണുപ്പ്